മോഗ്രാൽ ന്യൂസിന്റെ പുതിയ റിപ്പോർട്ടർ മിസ്റ്റർ ഖാദർ. ഖാദർ, എങ്ങനെ പോകുന്നു കലാമേള? കലാമേളകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചു. രജിസ്ട്രേഷൻ ആരംഭിച്ചു. കുട്ടികൾ അവരുടേതായ സ്റ്റാളുകൾ, അതായത് സ്കൂളുകൾ അവരുടെ സ്റ്റാളുകൾ ഒരുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. ചില കുട്ടികൾക്ക് ഇടം കിട്ടിയിട്ടില്ല. അത് അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ അവർ പരതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് ഡ്യൂട്ടി? ഇന്ന് ഓൺ ഡ്യൂട്ടി സ്കൂളിൽ തന്നെയാണ്. എൻ്റെ സ്കൂളിലാണ്. ഇത് സ്പേസ് ഷട്ടിലാണ്. എങ്ങനെ അതിൻ്റെ പ്രവർത്തനവും മറ്റൊക്കെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക? ഞാൻ ആദ്യം ഇവിടെ സയൻസ് ഫെയർ നടക്കുന്നു പറയുമ്പോൾ വളരെയധികം ആഹ്ലാദത്തിലാണ്, സന്തോഷം. നമ്മുടെ സ്കൂൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മളിലായ അവർ എന്തെങ്കിലും ഒന്ന്, ഞാൻ പഠിച്ച സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നത് ഇങ്ങനൊരു ആശയം ഉദിക്കാനുള്ള കാരണം എന്താണ്? ഇതൊരു ശാസ്ത്രമേള ആകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇങ്ങനെ കടന്നു വരുന്നത്. പിന്നെ ഇതിന് എത്ര ദിവസം പിടിപെട്ടു ഇത് ഉണ്ടാക്കാൻ വേണ്ടി? ഒരു മൂന്ന് ദിവസം. ആരൊക്കെയാണ് ഇതിന് താങ്കളെ സഹായിച്ചത്? സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടായിരുന്നില്ല. ഞാനാണ് അതിൻ്റെ ഇതൊക്കെ ചെയ്തത്. ഞാൻ തന്നെ റിങ് ചെയ്തത്. പിന്നെ മനാഫ് കൂട്ടുകാരനാണ് മനാഫ്. അത് നമ്മളെ പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ റോക്കറ്റ് തയ്യാറാക്കിയതിൽ മുഹമ്മദ് കുഞ്ഞ് സഹായിച്ചത് മിസ്റ്റർ മനാഫ്. എപ്പോൾ ഇത് വിക്ഷേപണം നടത്താനാണ് പരിപാടി? വിക്ഷേപണമൊന്നുമില്ല. വിക്ഷേപണം ഇത് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് താങ്കൾ തുടക്കം കുറിച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ദേശീയ വേദിക്കും ഞങ്ങളുടേക്കും പ്രത്യേകമായ നന്ദി. സവാദ് മാഷ് തിരക്കിലാണോ? തിരക്കിലാണ്. മുട്ടുപുര തയ്യാറായി കഴിഞ്ഞു. എങ്ങനെ വിളിച്ചാളല്ലോ വന്നോണ്ടല്ലോ? അല്ല, നിങ്ങൾ ഗേറ്റ് എടുത്ത് വന്നിട്ട് പറയേണ്ടത് വന്നാളല്ലോ വെച്ചിട്ട് പോകണം. ഞാൻ പറഞ്ഞു വിളിക്കാതെ ആളെ വന്നിന്. അതല്ല പിന്നെ വന്നിന്. പ്രഭാത ഭക്ഷണം, അവിലും പച്ചപ്പയർ. സ്ഥലങ്ങൾ
Project High School. IT project HSS. കുമ്പള സബ് ജില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടും? കൂടുതൽ കന്നഡ മേഖലകളാണ്. ബദിയടുക്ക എന്ന എൻ്റെ ഹെഡ് ഓഫീസ്, ഈ ഓഫീസിലത് ബദിയടുക്കയാണ്. മുള്ളേരിയ, ബദിയടുക്ക, കുമ്പള പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളും ഇതിൽ വരും. ഏകദേശം 10-70 ചില്ലറ സ്കൂളുകളുണ്ട് ഇതിൻ്റെ പരിധിയിൽ.